ഹായ് ഓൾ, വെൽക്കം ടു വൺസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന സബ്ജക്റ്റിന്റെ യൂണിവേഴ്സിറ്റി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോഡ്യൂൾ 1-ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് മോഡ്യൂൾ 1-ൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. അതായത് നമ്മൾ സിലബസ്, തിയറി ഓഫ് കമ്പ്യൂട്ടേഷന്റെ സിലബസ് ഫസ്റ്റ് മോഡ്യൂളിൽ 2 പാർട്ടായിട്ടാണുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കുറേ തിയറി പോർഷൻസ് ആണ്. സെക്കൻഡ് പാർട്ടിൽ കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് 3 മാർക്കിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിനെ കുറിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് DFAയും അതുപോലെ NFAയും ഡിസൈൻ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ കൺവേർഷൻ ഓഫ് NFA ടു DFA, NFAയിൽ നിന്ന് DFAയിലേക്കുള്ള കൺവേർഷൻ, അതേപോലെ തന്നെ കൺവേർഷൻ ഓഫ് എപ്സിലോൺ NFA ടു DFA, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഉറപ്പായിട്ടും മിനിമൈസേഷൻ ഓഫ് DFAയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഷുവറായിട്ട് നോക്കിയിട്ട് പോകണം. അതേപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ ടോപ്പിക്സിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ടോപ്പിക്സിൻ്റെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നമ്മുടെ സിലബസിന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് വെച്ചാൽ ഒരു റിയൽ വേൾഡ് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റും അതേപോലെ സ്ട്രക്ചേഴ്സും ഇക്വേഷൻസും ഒക്കെ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് സിംപിളി നമുക്ക് പറയാം. അപ്പോൾ ഇത് ശരിക്കും ഒരു അബ്സ്ട്രാക്റ്റ് ഫ്രെയിംവർക്ക് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അനലൈസ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ് ഓർ ഓപ്റ്റിമൈസ് ദ ബിഹേവിയർ ഓഫ് കോംപ്ലക്സ് സിസ്റ്റം. നമുക്കൊരു കോംപ്ലക്സ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമുക്കൊരു ഇക്വേഷനിലേക്കോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിലേക്കോ ഒക്കെ മാറ്റിയിട്ട് ആ പ്രോബ്ലം സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്താണ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ. അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള മെക്കാനിസം എല്ലാം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഔട്ട്കം എന്താണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും ഈ പറയുന്ന മാത്തമാറ്റിക്കൽ മോഡലിങ്ങിന്റെ പർപ്പസ് ആണ്. നെക്സ്റ്റ് വൺ ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമൈസേഷൻ മീൻ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യിക്കാം എന്നുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് കൺട്രോൾ, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താന്ന് പറഞ്ഞു. ഇതിന്റെ ഡെഫിനിഷൻ ഇതേപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. അതേപോലെ മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ പർപ്പസും നിങ്ങൾ എഴുതാനായിട്ട് നോക്കണം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം ഇവിടെ എന്തൊക്കെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ കമ്പോണൻസ് എന്ന് നോക്കാം. ഇത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ, പ്രോഗ്രാമിനൊക്കെ പറയുന്നത് പോലെ ഇൻപുട്ടും പ്രോസസ്സും ഔട്ട്പുട്ടും ഉണ്ട്. അതായത് ഇൻപുട്ട് നമുക്ക് കൊടുക്കാം, അതേപോലെ പ്രോസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഈ ഇൻപുട്ടിലെന്ന് പറയുന്നത് എന്തൊക്കെയാ വരുന്നത്? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ ഇൻപുട്ടിൽ വരുന്നതാണ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, ഇനി പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് ഈ സിസ്റ്റത്തില് എന്തൊക്കെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അൽഗോരിതംസ്, എന്തൊക്കെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇക്വേഷൻസ്, അങ്ങനെ എന്തെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള, എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ഈ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുത്തു, പ്രോസസ്സിലൂടെ കടന്നുപോയി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഇറ്റ് ഈസ് ആക്ച്വലി റിസൾട്ട് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് ആണ് അല്ലെ. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രോസസ്സിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ ഇൻപുട്ട്, പ്രോസസ്, ശേഷം നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ആണ്. ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് വെച്ചാൽ ഒരു 4 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ ആണ്. ഈ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിക്സഡ് റിലേഷൻഷിപ്പും അതുപോലെ ഔട്ട്കമും പ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, അത് ഒരു 10 വർഷം മുമ്പ് പഠിച്ച ആളും ഒരു 25 വർഷം മുമ്പ് പഠിച്ച ആളും ഇപ്പൊ പഠിക്കുന്ന ആളും പഠിക്കുന്ന ന്യൂട്ടന്റെ ലോസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് ഫിക്സഡ് ആണ് അല്ലെ, അതിന് മാറ്റം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള ലോസോ ഇക്വേഷൻസോ ഒക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്താണ്? സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പൊ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം റാൻഡംനെസ്സും അതേപോലെ തന്നെ പ്രോബബിലിറ്റീസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ. അപ്പൊ അതിന് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രഡിക്ഷൻ, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സ്റ്റൊക്കാസ്റ്റിക് മോഡലാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈനാമിക് മോഡലാണ്. ഡൈനാമിക് മോഡൽ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ടൈമിനനുസരിച്ച് ചേഞ്ച് വരുന്ന മോഡലാണ് ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ അല്ലെ. പോപ്പുലേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു മോഡൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് മോഡൽ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ സ്റ്റാറ്റിക് മോഡൽ. അപ്പൊ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്താന്ന് പഠിക്കാൻ പാടില്ല അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു ഫിക്സഡ് പോയിന്റ് ഇൻ ടൈമിലാണ് നമ്മളൊരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മോഡലാണെങ്കിൽ നമുക്കതിനെ സ്റ്റാറ്റിക് മോഡൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ജിയോമെട്രിക്കൽ മോഡലാണ് സ്റ്റാറ്റിക് മോഡലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി ട്രാൻസിഷൻ ഫങ്ഷൻസ് ഇൻ DFA, NFA ആൻഡ് എപ്സിലോൺ NFA. ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂളിൽ ഫുള്ള് നമ്മൾ പഠിക്കുന്നത് DFAയും NFAയും എപ്സിലോൺ NFAയും ആണ്. അപ്പോൾ DFAയിൽ എന്താ നമ്മൾ കണ്ടിരുന്നത്? DFAയിലെ ട്രാൻസിഷൻ എങ്ങനെയാണ്? ഇത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ട്രാൻസിഷൻ എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം എന്നുള്ളത്. സിമ്പിൾ ആണ്. ആദ്യത്തെ DFAയുടെ ട്രാൻസിഷൻ എങ്ങനെയാണ് വരുന്നത്? Q ഇൻറ്റു സിഗ്മ ടെൻസ് ടു Q. അതായത് Q എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇൻപുട്ട് ആണ് വരുന്നത്, ടെൻസ് ടു Q വേറൊരു സ്റ്റേറ്റിലേക്ക് വരുന്നു. ഈ NFAയുടെ ഇത് പറയുമ്പോഴോ, NFAയുടെ ട്രാൻസിഷൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? അതായത് ഇതൊരു സ്റ്റേറ്റ് ആണ്, Q ഇൻറ്റു സിഗ്മ ടെൻസ് ടു 2 റേസ് ടു Q. 2വിന്റെ പവർ ആയിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേറ്റ്സ് എഴുതുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ NFA ആണ്. എപ്സിലോൺ NFAയുടെ കേസിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതായത് Q സ്റ്റാർ സിഗ്മ യൂണിയൻ എപ്സിലോൺ അല്ലെ. എപ്സിലോൺ NFA ആകുമ്പോൾ അതിന്റെ കൂടെ എപ്സിലോൺ ഉണ്ടാവും, ടെൻസ് ടു 2 റേസ് ടു Q. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട്, അതായത് ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ഇവിടെ നമ്മൾ എപ്സിലോൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഫിഗർ വരുമ്പോൾ എങ്ങനെയാ ഇതിന്റെ ഫിഗർ വരുന്നത്? DFA ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? DFA ആണെങ്കിൽ ഇത് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ A എന്ന ഒരു ഇൻപുട്ട് ആൽഫബറ്റ് യൂസ് ചെയ്ത് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ എവിടെ പോവുള്ളൂ? DFAയിലേക്ക് പോവാൻ പറ്റുള്ളൂ. ഇനി NFA ആണെങ്കിൽ എങ്ങനെയാ? Q0, Q1 ഉണ്ട്, Q2 ഉണ്ട്. ഇവിടെ ഈ സെയിം ഇൻപുട്ട് യൂസ് ചെയ്ത്, A എന്ന് പറയുന്ന സെയിം ഇൻപുട്ട് യൂസ് ചെയ്ത് Q1ലേക്കും പോകാൻ പറ്റും, Q2ലേക്കും പോകാൻ പറ്റും. അതാണ് DFAയും
NFAയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ എപ്സിലോൺ NFA ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലോ ഇത് തന്നെയാണ് NFA തന്നെയാണ് എപ്സിലോൺ NFA. അതിന്റെ കൂടെ ഇൻപുട്ട് ഒന്നും ഇല്ലെങ്കിലും വേറൊരു സ്റ്റേറ്റിലേക്ക് പോവാനുള്ള ഓപ്ഷൻ ഏതിലുണ്ട്? എപ്സിലോൺ NFAയിലുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. NFAയും എപ്സിലോൺ NFAയും ഒരെണ്ണത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. DFA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇൻപുട്ട് ഒരു സ്റ്റേറ്റിലേക്കേ പോകാൻ പറ്റുള്ളൂ. ഒരു ഇൻപുട്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നതാണ് NFA. എപ്സിലോൺ NFA എന്ന് വെച്ചാൽ എന്താണ്? എപ്സിലോൺ മൂവും കൂടി ഈ പറയുന്ന NFAയുടെ ഒപ്പം ഉണ്ടാവും. അതായത് ഇൻപുട്ട് ഒന്നും ഇല്ലെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ എപ്സിലോൺ NFAയ്ക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് കൺസ്ട്രക്ട് എ DFA ഫോർ ദ ലാംഗ്വേജ് കൺസിസ്റ്റിംഗ് ഓഫ് സ്ട്രിങ്സ് ഓവർ ദി ആൽഫബറ്റ് സിഗ്മ ഈക്വൽ ടു A, B that contains no more than one occurrence of the string AA. അതായത് സ്ട്രിങ് AA മോർ ദാൻ 2 ഒക്യുറൻസ് ഇല്ലാത്ത ഒരു DFA നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ലാംഗ്വേജ് ഫസ്റ്റ് എഴുതണം. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് നമുക്കൊരു DFA ആണ് വരയ്ക്കേണ്ടത്. ആ DFAയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 2 A's ഒരുമിച്ച് ഒരു പ്രാവശ്യം മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ റിജക്റ്റഡ് സ്ട്രിങ് എങ്ങനെ വരും? A ആണെങ്കിൽ അത് റിജക്റ്റഡ് ആണ് അല്ലെ? അപ്പോ 2Aക്ക് ശേഷം ഒരു A പോലും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ് റിജക്റ്റഡ് ആയി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റും. നമ്മുടെ ലാംഗ്വേജിലുള്ളത് എന്തൊക്കെയാണ്? ലാംഗ്വേജിൽ വരുന്നത് AA വരും അല്ലെ? അതേപോലെ AB വരാം. ഇവിടെ 2 ഒക്കറൻസ് ആണുള്ളത്. ഇനി ആദ്യം B വന്നിട്ട് വീണ്ടും നമുക്ക് A വരാം. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? AA വരാനായിട്ട് പറ്റും. ABക്ക് ശേഷമായിട്ട് AA വരാം. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇപ്പൊ DFA വരയ്ക്കാനാണെങ്കിലും NFA വരയ്ക്കാനാണെങ്കിലും പറയുമ്പോൾ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതണം. കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിരിക്കും. ആ കണ്ടീഷൻ യൂസ് ചെയ്ത് ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ DFA വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ DFA വരയ്ക്കുമ്പോൾ ഇത്രയും സ്റ്റേറ്റുകളാണുള്ളത്. Q0യിൽ ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യം അതെന്താണ്? AA എന്ന് പറയുന്ന സ്ട്രിങ് അല്ലെ? ആ സ്ട്രിങ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ ആ AA നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ആദ്യത്തെ Q0 കഴിഞ്ഞ് ഒരു A വരുന്നു, അത് Q1ലേക്ക് വന്നു. Q1 കഴിഞ്ഞിട്ട് ഒരു A വന്നു, അത് Q2ലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? 2 A വരണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി അതിനു മുമ്പ് ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് B വരാം, അല്ലെങ്കിൽ Q1ന് വീണ്ടും B വരാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ Q1ന് ശേഷം Q2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. കാരണം 2A വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഡെഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ Q2ന് ശേഷം വീണ്ടും ഒരു A വന്നു, അത് നമ്മുടെ ലാംഗ്വേജിൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഡെഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഡെഡ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? A വന്നാലും B വന്നാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ജസ്റ്റ് ലൂപ്പ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഫൈനൽ സ്റ്റേറ്റിൽ എത്തി. ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ വരച്ചത് എന്തുകൊണ്ടാണ്? 2A വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് കിട്ടണം. ഇനി അതിനുശേഷം B വരാം, വീണ്ടും ഒരു B, എത്ര വട്ടം വേണമെങ്കിലും B അവിടെ ലൂപ്പിൽ വരാം. അത് നമ്മൾ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഒരു A വന്നാലും ഒരു പ്രോബ്ലവും ഇല്ല അല്ലെ? 2 A's കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അതിനുശേഷം വീണ്ടും A വന്നാൽ കുഴപ്പമില്ല, അത് നമ്മുടെ ലാംഗ്വേജിലേക്ക് ആക്സെപ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മോഡൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ. Next question, design a DFA for strings in which first and last letters do not match over sigma equal to A, B. കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ഫ്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു DFA നമുക്ക് ഡിസൈൻ ചെയ്യണം. അവിടെ ഫസ്റ്റ് ലെറ്ററും
ലാസ്റ്റ് ലെറ്ററും മാച്ച് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? അതായത് എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബിയിലായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് എന്ത് വന്നാലും പ്രോബ്ലം ഇല്ല. പക്ഷെ എയിൽ സ്റ്റാർട്ട് ചെയ്താൽ ബിയിൽ എൻഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്താൽ എയിൽ എൻഡ് ചെയ്യണം. ഇടയ്ക്ക് എയോ ബിയോ എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. Q1ലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൽ എൻഡ് ചെയ്യണം? Q2 എൻഡ് സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ബി ആയിരിക്കണം വരേണ്ടത്. അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ എൻഡ് ചെയ്തു. നമുക്ക് Q2നെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഇനി ഇവിടെ ഈ ഫൈനൽ സ്റ്റേറ്റിൽ എത്ര ബി വേണമെങ്കിലും ലൂപ്പായിട്ട് വരാം. കാരണം എയിൽ സ്റ്റാർട്ട് ചെയ്തു ബിയിൽ എൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇവിടെ വന്നിട്ട് തിരിച്ചൊരു എ വന്നാലും പ്രോബ്ലം ഇല്ല. ഈ എ വന്നാൽ ഇവിടെ Q1ൽ എത്തിയതേ ഉള്ളൂ. സ്ട്രിങ് ആക്സെപ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിൽ എത്തണം. Q2ൽ എത്തിയാലാണ് ആക്സെപ്റ്റഡ് ആവുള്ളൂ. അപ്പൊ ഇവിടെ ഒരു എ കൊടുത്താൽ വീണ്ടും Q1ൽ വന്ന് ബി എക്സിക്യൂട്ട് ചെയ്ത് Q2ലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെയാണ് പോകുന്നത്. ഇനി ഇത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വരച്ചുള്ളൂ. എയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ, ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് Q2, ഈ Q2ലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ Q2ൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഫൈനൽ സ്റ്റേറ്റ്. അതായത് അവിടെ ബി ആണ് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ Q2ലേക്ക് ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആക്കുവാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ബിയിൽ സ്റ്റാർട്ട് ചെയ്താൽ എയിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണം. ഇവിടെ എത്ര എ ലൂപ്പ് ചെയ്ത് വന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ബി വരാൻ പാടില്ല, ബിയിൽ വരാൻ പാടില്ല. പക്ഷെ ബി വരാം. എവിടെ? Q2ൽ നിന്ന് Q1ലേക്ക് ഒരു ട്രാൻസിഷൻ വരുമ്പോൾ ബി വന്നാലും പ്രോബ്ലം ഇല്ല. കാരണം ഇത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ഫൈനൽ സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ വീണ്ടും എ വഴി പോയി Q2ലേക്ക് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയും മാത്രമേ ഉള്ളൂ. എയിൽ തുടങ്ങിയാൽ ബിയിൽ എൻഡ് ചെയ്യണം, ബിയിൽ തുടങ്ങിയാൽ എയിൽ എൻഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. രണ്ട് ഫൈനൽ സ്റ്റേറ്റ് വന്നു എന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ DFA ഫോർ സ്ട്രിംഗ് ഇൻ വിച്ച് നമ്പർ ഓഫ് എസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 and number of b's is multiple of 2 over sigma equal to a comma b. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അതേപോലെ നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബീസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ക്ലബ് ചെയ്തെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ Q0 വന്നു, മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് വേണം? അതായത് അതിന്റെ റിമൈൻഡർ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത് അല്ലെ? അപ്പൊ Q0യിൽ നിന്ന് എ ഒരു ഇൻപുട്ട് വന്നു, Q2ലേക്ക് വന്നു, അല്ലെങ്കിൽ Q1ലേക്ക് വന്നു. നെക്സ്റ്റ് Q2 കൂടി നമുക്ക് വരയ്ക്കണം. Q0, Q1, Q2 3 സ്റ്റേറ്റ് വരച്ചു. ഇവിടെ രണ്ടാമത്തെ എ വന്നു. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എയും കൂടി വരണം. എന്നിട്ട് നമുക്കിതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇവിടെ ബി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ വേണമെങ്കിൽ ബി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ലൂപ്പ് ഇട്ട് ബി കൊടുക്കാം. ഓക്കെ, അപ്പൊ ബി ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്താണ്? എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് തന്നിരുന്നാൽ ആദ്യത്തെ ഒരെണ്ണം ഫസ്റ്റ് ഇങ്ങനെ വരച്ചു നോക്കുക. സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണോ അതിനുള്ളതും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 3യുടെ നമ്മൾ വരച്ചു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ്
2 അല്ലെ, ബി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 2 വരണം. ഇപ്പൊ Q0 Q1 വന്നു, Q0യിൽ നിന്ന് Q1ലേക്ക് നമ്മൾ ബി വഴി വന്നു, ഒരു ബി ആയി. മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. തിരിച്ച് ബി ഇങ്ങോട്ടേക്ക് വരുമ്പോ അതെന്താവും? മൾട്ടിപ്പിൾ ഓഫ് 2 ആയില്ലേ? അപ്പൊ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 ആണ്. ഇവിടെ നമുക്ക് എ എത്ര വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. പക്ഷെ ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടിനെയും കൂടി നമുക്കൊന്ന് ക്ലബ് ചെയ്യണം. അതെങ്ങനെയാ ക്ലബ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് Q0 Q1. ഇവിടെ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന പാരാമീറ്റർ ABC. അപ്പം ആദ്യത്തേതിൽ നമ്മൾ എത്ര സ്റ്റേറ്റ് കണ്ടു? ആദ്യത്തേതിൽ 3 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, എയും ബിയും സിയും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തു. എയും ബിയും സിയും ആയിരുന്നു. അപ്പോൾ ആ 3 സ്റ്റേറ്റുകൾ കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഫിഗർ വരച്ചത്. അത് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഈ 2 സ്റ്റേറ്റ് വെച്ചിട്ടാണ് Q0 Q1. അതിലല്ലെങ്കിൽ XY, 2 സ്റ്റേറ്റിനെ XY എന്ന് ഉദ്ദേശിക്കാം. ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നത് എങ്ങനെയാന്നുള്ള ഫിഗറാണിത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം 3 സ്റ്റേറ്റും, അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അതിന് 2 സ്റ്റേറ്റും ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിക്കുകയാണ്. അതായത് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നതെന്ന് പറയാം. എയുടെ കൂടെ എക്സ്, ബിയുടെ കൂടെ എക്സ് വരിക, സിയുടെ കൂടെ എക്സ്, അതേപോലെ എയുടെ കൂടെ വൈ, ബിയുടെ കൂടെ വൈ, സിയുടെ കൂടെ വൈ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം. ഇങ്ങനെയാണ് നമ്മൾ പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എയുടെ കൂടെ ഇനി നമ്മൾ ഓരോന്നും നോക്കണം. എ ഇൻപുട്ട്, ഇപ്പൊ 3 സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ എ, ബി, സി, അതേപോലെ എക്സും വൈയും. ഈ സ്റ്റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് രണ്ടും കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എയും ബിയും സിയും നോക്കുമ്പോൾ എയിൽ നിന്ന് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എ ഇൻപുട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെന്ന് നോക്കുക. അതേപോലെ എയിൽ നിന്ന് ബി ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, എയിൽ നിന്ന് എ ഇൻപുട്ട് കൊടുത്താൽ ബിയിലേക്കാണ് പോകുന്നത് എന്ന് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മീൻ ചെയ്യാം. വേറൊന്നും നമ്മൾ ചെയ്തില്ല. രണ്ടായിട്ട് ആ ഫിഗർ വരച്ചു. ആ ഫിഗറിനെ ഒന്ന് ജസ്റ്റ് ക്ലബ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ സ്റ്റേറ്റുകളെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ എക്സ് ഇത് എന്തൊക്കെ മീൻ ചെയ്യുന്നുണ്ട്? എക്സിൽ നിന്ന് ബി ഇൻപുട്ട് കൊടുക്കുമ്പോൾ വൈയിലേക്ക് പോകാം, എയിൽ നിന്ന് ബി ഇൻപുട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ എയിലേക്ക് വരാം. അങ്ങനെ ഈ ആരോ മാർക്ക് അതിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് സെപ്പറേറ്റ് വരച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് നോക്കുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ രണ്ടായിട്ട് നിങ്ങൾ വരച്ചു വെക്കുമ്പോൾ അതിനും മാർക്ക് കിട്ടുന്നതാണ്. അതിന്റെ ട്രാൻസിഷൻ എഴുതുമ്പോൾ അതിനും മാർക്ക് കിട്ടും. ക്ലബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഒന്ന് ക്ലബ് ചെയ്തിട്ട് വരച്ചു കഴിയുമ്പോൾ, അതായത് ആ ട്രാൻസിഷൻ ഡയഗ്രാം നോക്കിയിട്ട് ഇതൊന്ന് കണക്ട് ചെയ്താൽ ഇവിടെ നിന്നുള്ള ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് മോഡൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ യു ഗൂഗിൾ സംതിങ്, നമ്മൾ എന്തോ ഗൂഗിൾ ചെയ്യുവാണ്. The search engine essentially performs pattern matching. Search engine എന്താ പെർഫോം ചെയ്യുന്നത്? പാറ്റേൺ മാച്ചിങ് പെർഫോം ചെയ്യുന്നു. It identifies and retrieves web pages containing the search keyword. നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡിലുള്ള വെബ് പേജിനെ നമുക്ക് റിട്രൈവ് ചെയ്ത് കിട്ടുന്നു. Then displays them in a predetermined അല്ലെങ്കിൽ typically relevant based order. Cast this pattern matching as decision problem. Also write down the language corresponding to your decision problem. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഒരുപാടൊന്നും ചിന്തിക്കാൻ പോവണ്ട. നമുക്കൊരു സ്ട്രിങ് ഉണ്ട്. അതായത് ഇവിടെ ഗൂഗിൾ ചെയ്ത് നമുക്കൊരു ഡോക്യുമെന്റിനെ ഫൈൻഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ്, ആ സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിലുണ്ടോ എന്നുള്ളത് നോക്കുന്ന ഒരു പ്രോസസ്സാണ് സിമ്പിളി ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എ കീവേഡ് കെ,
ആൻഡ് എ വെബ് പേജ് W. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനെ K എന്ന് നമുക്ക് പറയാം. ഇൻപുട്ട് K ആണ്. അവിടെ ഒരു വെബ് പേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ഓപ്പൺ ആയി വന്നാൽ അത് W ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്ട്രിങ്ങിന് പേര് കൊടുത്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ശരിക്കും ക്വസ്റ്റ്യൻ എന്താണ്, അതായത് ഡസ് W കണ്ടെയ്ൻ ദ കീവേഡ് K. ഈ W എന്ന് പറയുന്ന വെബ് പേജിൽ K എന്ന് പറയുന്ന കീവേഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ജസ്റ്റ് അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഗിവൺ എ സെറ്റ് ഓഫ് വെബ് പേജസ് ആൻഡ് എ സെർച്ച് കീവേഡ്, ഡിറ്റർമിൻ വെദർ ദ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ വെബ് പേജ് ദാറ്റ് കണ്ടെയ്ൻസ് ദ കീവേഡ്. ഈ കീവേഡ് ഉള്ള അറ്റ്ലീസ്റ്റ് വൺ വെബ് പേജ് എങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കീവേഡ് K ആണെന്ന് നമ്മൾ പറഞ്ഞു, വെബ് പേജ് W ആണ് അല്ലെ. ഇനി ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. L equal to W, K. The web page W contains the keyword K. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതായത് ഈ K എന്ന് പറയുന്ന കീവേഡ് W നമുക്ക് കണ്ടു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോമയിട്ട് എഴുതാം. ഇനി അല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, K does not belongs to W അല്ലെ. നമുക്ക് കീവേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ W നമ്മൾ സെർച്ച് ചെയ്ത കീവേഡിനെ കിട്ടിയില്ല, അത് ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാം. The search engine performs pattern matching to check if the keyword appears in the content of each web page. The decision is yes if the keyword is found, otherwise no. നമുക്ക് കീവേഡ് കിട്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്, യെസ് ആണ്. കീവേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നോ ആണ്. ഇതൊരു ഡിസിഷൻ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഡിസിഷൻ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത്. അതായത് ഡിസിഷൻ പ്രോബ്ലം വെച്ചിട്ട് നമുക്കൊരു കീവേഡ് കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ യെസ് വരും, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോ വരും. അതേപോലെ ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ലാംഗ്വേജിൽ ഇല്ലെങ്കിൽ ഇതേപോലെ നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ ദി സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ഷോവിങ് ആൻ NFA ഫോർ ദ ഫോളോവിങ് ലാംഗ്വേജ് L. Obtain the DFA D equivalent to N by applying the subset construction algorithm. അതായത് NFAനെ നമുക്ക് എന്താക്കണം, NFAയിൽ നിന്ന് നമുക്ക് DFAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഒരു NFAനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ വാട്സാപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്പ് ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് ഒരു സാമ്പിൾ പ്രോബ്ലം കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള 2024 ഫ്ലാറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. NFAയിൽ നിന്നും DFAയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മാർക്ക് ഒട്ടും കളയരുത്, അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു BAB സബ്സ്ട്രിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു NFA. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ആ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു NFA ക്രിയേറ്റ് ചെയ്യുന്നു. ആ NFAയിൽ നിന്ന് നമുക്ക് DFA ഉണ്ടാക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാ നമ്മൾ BAB സ്ട്രിങ് വരുന്നത്, Q0യിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് Q1, സെക്കൻഡ് സ്റ്റേറ്റ് Q2, അടുത്ത സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ BAB എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു സ്റ്റേറ്റും കൂടെ വരയ്ക്കുവാണ് Q3. അപ്പോ ഈ പറയുന്നതിനെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് എന്ത് പറഞ്ഞാലും അതിനെ അങ്ങനെ തന്നെ നമ്മൾ NFAയിലാണെങ്കിലും DFAയിലാണെങ്കിലും റെപ്രസെന്റ് ചെയ്യണം. ഈ BAB എന്ന് പറയുന്ന സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും വരാൻ പറ്റില്ല, അത് ഒരുമിച്ച് തന്നെ വരണം. അതുകൊണ്ട് അതിനെ മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ ഈ ഫസ്റ്റിലും ലാസ്റ്റിലും എയോ ബിയോ എന്ത് വേണമെങ്കിലും വരാം. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ എന്താണ്, A അല്ലെങ്കിൽ B നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇവിടെ ഇത് NFA ആയതുകൊണ്ടാണ് ബി ഇൻപുട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റിയത് അല്ലെ. DFA ആവുമ്പോഴോ DFAക്ക് അതേ ഇൻപുട്ട് ബി ഇൻപുട്ട് 2 സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് ഓർമ്മ വേണം. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒരു NFA നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസിഷൻ ടേബിൾ, അതിനനുസരിച്ചുള്ള ട്രാൻസിഷൻ ടേബിള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. Q0യിൽ നിന്ന് A ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q0യിലേക്ക്, Q0യിൽ നിന്ന് B ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q0യിലേക്കും Q1ലേക്കും, Q1ന് A ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q2ലേക്ക്, Q1ന് B ഇൻപുട്ട് കൊടുക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെ ഒരു empty സിമ്പൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു empty ബ്രാക്കറ്റ് ഇട്ടിട്ടോ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് Q1ന് B ഇൻപുട്ട് ഇല്ല, അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് നോക്കേണ്ടത് Q2 ആണ്. Q2ന് A ഇൻപുട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളൊരു 0 വെച്ചിട്ടുള്ളത്, അതായത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ബ്രാക്കറ്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. Q2ന് B വെച്ചിട്ട് Q3ലേക്ക് പോകും അല്ലെ. ഇനി Q3യിലാണെങ്കിൽ A വെച്ച് Q3യിലേക്കും B വെച്ചും Q3യിലേക്ക് തന്നെയാണ്. അത് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോ അടുത്ത നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് നമുക്കൊരു DFAയുടെ ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ DFAയുടെ ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഒരു 5 സിമ്പൽ എന്ന് പറയുന്നത് DFAയിൽ അലൗഡ് അല്ല. അങ്ങനെ അലൗഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് ആദ്യം ഇവിടെ ഇത് എഴുതുന്നതിനൊരു ഓർഡർ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഈ റോ നമ്മൾ സെലക്ട് ചെയ്തു. Q0യിൽ A ഇൻപുട്ട് Q0യിലേക്ക് കൊടുത്തു. Q0യിൽ നിന്ന് B ഇൻപുട്ട് Q1ലേക്ക് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Q0യുടെ കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ടേബിളിലേക്കായിരിക്കും. ആദ്യത്തെ റോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് ഈ ഒരു റോയിലെ വെച്ചിട്ടായിരിക്കും. അടുത്ത റോ എഴുതുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ റോയിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. എങ്ങനെയാന്ന് പറയാം. അപ്പൊ Q0യുടെ നമ്മൾ എഴുതി A ഇൻപുട്ടും B ഇൻപുട്ടും. വീണ്ടും ഇവിടെ നമ്മൾ കോളം വൈസ് നോക്കുക. അടുത്തത് നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്, നെക്സ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കി Q0 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളത്തിലേക്ക് നോക്കിയപ്പോൾ Q0 Q1 ആണ് അവിടെ ഉള്ളത്. ആ Q0 Q1 ആണ് നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് കോളത്തിൽ Q0 Q1 എഴുതി. Q0 Q1 ഓൺ A എങ്ങോട്ടാ പോകുന്നത്? Q0 ഓൺ A. അതായത് Q0 Q1 ഓൺ A എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? Q0 Q1 ഓൺ A എന്ന് പറഞ്ഞ Q0 ഓൺ A യൂണിയൻ Q1 ഓൺ A. ഓക്കെ, Q0 ഓൺ A എന്ന് പറയുന്നത് Q0 തന്നെയാണ്. Q1 ഓൺ A എന്ന് പറഞ്ഞാലോ Q1 ഓൺ A Q2 ആണ്. അപ്പോൾ നമ്മൾ Q0 Q2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് Q0 Q1 B നമ്മൾ എങ്ങനെ എഴുതും? Q0 Q1 A എഴുതിയ പോലെ തന്നെ Q0 Q1 B എന്ന് പറയുന്നത് Q0 ഓൺ B യൂണിയൻ Q0 Q1 ഓൺ B. ഓക്കെ, ഇതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് Q0 Q1. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ളത്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാനുള്ളത് ഏതാണ്? Q0 Q1 നമ്മൾ ഇവിടെ എഴുതി. അടുത്ത റോയിലേക്ക് നോക്കുമ്പോൾ Q0 Q1 ഇവിടെ ഉണ്ട്, അത് ഓൾറെഡി എഴുതി. ഇനി പുതിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ കണ്ടു, അതാണ് Q0 Q2. ആ സ്റ്റേറ്റ് ആണ് നമുക്ക് ഇനി എഴുതേണ്ടത്. Q0 Q2 രണ്ട് സ്റ്റേറ്റും കൂടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് Q0യിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതേപോലെ B ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ Q0 Q1 Q3യിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതാ എടുക്കേണ്ടത്? Q0 Q2 ഓൾറെഡി എടുത്തു. Q0 ഓൾറെഡി ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തു. ഇനി നമുക്ക് വരുന്ന പുതിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q1 Q3 ആണ്.
അപ്പൊ Q0, Q1, Q3 എഴുതി. അതേപോലെ അതിൽ A ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത്, അതേപോലെ B ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതും അതേപോലെ തന്നെ നമ്മൾ എഴുതി. അപ്പൊ ഇത് എവിടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം? ഇതിനി അടുത്ത സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നോക്കിയേ, Q0, Q2, Q3, Q0, Q3 ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പുതിയ സ്റ്റേറ്റ് ഒന്നും അതായത് ഓൾറെഡി ഉള്ള സ്റ്റേറ്റുകളാണ് നമുക്ക് ഇങ്ങനെ റോയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഓൾറെഡി എഴുതിയതൊക്കെയാണ് വീണ്ടും വീണ്ടും വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ നമുക്ക് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഡെഡ് സ്റ്റേറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താലും ശരിയാണ്. അതായത് ഇതിന് പകരമായിട്ട് QD എന്ന് വേണമെങ്കിലും കൊടുക്കാം. ചില ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഇവിടെ ഇതേപോലെ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഇപ്പോ നമ്മൾ എവിടെയാ എത്തി നിൽക്കുന്നേ? അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ട് എടുത്തു, ആ DFAയുടെ ട്രാൻസിഷൻ ടേബിൾ വരച്ചു, അതിനുശേഷം NFAയുടെ ട്രാൻസിഷൻ ടേബിൾ വരച്ചു, അതിൽ നിന്ന് DFAയുടെ ട്രാൻസിഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് കറസ്പോണ്ടിങ് DFA വരയ്ക്കണം. ആ DFA വരയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരിക്കും? ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റുകൾ. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു പുതിയ DFA കണ്ടീഷൻ അനുസരിച്ചുള്ള NFA നമ്മൾ ഇവിടെ വരച്ചു. അതുകൂടാതെ ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു DFA വരയ്ക്കണം. അങ്ങനെ DFA വരയ്ക്കണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും എടുത്ത് A ഇൻപുട്ടും B ഇൻപുട്ടും കൊടുത്ത് നമ്മൾ വരയ്ക്കണം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇനി വരച്ചാൽ മാത്രം മതി. സ്റ്റേറ്റുകൾ എടുക്കുക, Q0, Q1 ഓരോ സ്റ്റേറ്റുകളും എഴുതിയിട്ട് Aയും Bയും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വരച്ചു നോക്കണം. ഓക്കെ, നെക്സ്റ്റ്, കൺവേർട്ട് ദി ഫോളോവിങ് എപ്സിലോൺ NFA ടു NFA. അതായത് എപ്സിലോൺ NFAയിൽ നിന്ന് എങ്ങനെയാണ് NFA കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എലിമിനേറ്റ് എപ്സിലോൺ ട്രാൻസിഷൻ ഫ്രം ദി ഫോളോവിങ് NFA എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതായത് എപ്സിലോൺ NFAനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും എപ്സിലോൺ NFAയിൽ നിന്ന് NFAയിലുള്ള കൺവേർഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ടും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് പഠിക്കണം. കുറച്ച് ട്രാൻസിഷൻസ് ഇതിൻ്റെ അകത്ത് എഴുതാനുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു 2 തവണയെങ്കിലും ഇത് കാണുക. അതേപോലെ നമ്മുടെ വാട്സാപ്പിലും ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താന്ന് നോക്കാം. ഇത് എപ്സിലോൺ NFA ആണ്. എങ്ങനെയാണ് നമുക്ക് എപ്സിലോൺ NFA എന്ന് മനസ്സിലായത്? അതായത് ഇവിടെ എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ടല്ലേ, ഈ എപ്സിലോൺ ട്രാൻസിഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു എപ്സിലോൺ NFA ആണെന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇതേപോലെ തന്നെ ഫിഗർ തരും, അതിൽ നിന്നാണ് നിങ്ങൾ NFA കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്ലോഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് എപ്സിലോൺ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു 3 മാർക്സിന് ഫ്ലാറ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എപ്സിലോൺ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ വഴി ഒരു സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് എപ്സിലോൺ ക്ലോഷർ മീൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് Q0യുടെ എപ്സിലോൺ ക്ലോഷർ എഴുതണം. ഈ ക്ലോഷർ ഓഫ് Q0യുടെ എപ്സിലോൺ ക്ലോഷർ എഴുതിയാൽ എങ്ങനെ വരും? ഏത് സ്റ്റേറ്റിന്റെ ആണോ എപ്സിലോൺ ക്ലോഷർ നമ്മൾ എഴുതുന്നത് ആ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതിനുശേഷം എപ്സിലോൺ വഴി ആ സ്റ്റേറ്റിന് എവിടെയൊക്കെ പോകാൻ പറ്റും, എവിടെ വരെ എത്താൻ പറ്റും എന്നുള്ളത് നോക്കണം. Q0ക്ക് ഇൻപുട്ട് ഒന്നും ഇല്ലാതെ തന്നെ എപ്സിലോൺ വഴി Q1ലേക്ക് എത്താം. അതേപോലെ ഇവിടുന്ന് എപ്സിലോൺ വഴി Q2ലേക്ക് എത്താം. അപ്പൊ അതും നമുക്ക് Q2 എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതാണ് Q0യുടെ, അതായത് ഈ ഒരു സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റിന്റെ Q1ന്റെ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. Q1ന്റെ എപ്സിലോൺ ക്ലോഷർ എങ്ങനെ എഴുതും? Q1ന്റെ എപ്സിലോൺ ക്ലോഷർ എഴുതുന്നതും
ഈ ഒരു സ്റ്റേറ്റ് ആദ്യം എഴുതണം. അതിന്റെ കൂടെ തന്നെ എപ്സിലോൺ വഴി എവിടം വരെ പോകാം, Q1 നിന്ന് എപ്സിലോൺ വഴി Q2ലേക്ക് എത്താം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2 ആണ്. Q2 എപ്സിലോൺ ക്ലോഷർ, എപ്സിലോൺ മൂവ് ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്താ, ഈ ക്ലോഷർ നമുക്ക് എഴുതുമ്പോൾ ആ സ്റ്റേറ്റ് എന്താണേലും എഴുതാലോ. അപ്പോ Q2ന്റെ എപ്സിലോൺ ക്ലോഷർ വരുമ്പോൾ Q2 മാത്രമായിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എപ്സിലോൺ NFAയിൽ നിന്ന് NFAയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്സിലോൺ ക്ലോഷർ അല്ലെങ്കിൽ ഈ ക്ലോഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എഫ് ഡാഷ് എന്താണ് നോക്കുക. ഈ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് യൂണിയൻ ക്യൂ ആണ്. അതായത് ഫൈനൽ സ്റ്റേറ്റ് യൂണിയൻ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ Q2 ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ എല്ലാത്തിലും ഫൈനൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഫൈനൽ സ്റ്റേറ്റിലെ യൂണിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇത് യൂണിയൻ ചെയ്ത് കഴിയുമ്പോൾ ഈ 3 സ്റ്റേറ്റുകളും യൂണിയൻ ചെയ്ത് കഴിയുമ്പോൾ റെപ്പറ്റീഷനൊക്കെ ഒഴിവാക്കി യൂണിയൻ ചെയ്ത് കഴിയുമ്പോൾ Q0, Q1, Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ Q0യും Q1ഉം Q2 ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റുകൾക്ക് 0, 1, 2 ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഒരു ട്രാൻസിഷൻ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ കിട്ടുന്ന ട്രാൻസിഷന്റെ ഇതിനെയെല്ലാം നമ്മൾ സ്റ്റേറ്റുകളാക്കിയിട്ടാണ് എന്ത് വരയ്ക്കുന്നത്, NFA വരയ്ക്കുന്നത്. എപ്സിലോൺ NFAനെ ഒഴിവാക്കിക്കൊണ്ട് NFA വരയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പോവേണ്ട സ്റ്റേറ്റുകൾ, Q0, Q1, Q2. അപ്പൊ Q0യിൽ ഇവിടെ ഒരെണ്ണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. Q0 on 0 ആദ്യത്തെ സെറ്റിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണല്ലേ ഇത് Q0. Q0യിൽ 0 ഇൻപുട്ട് കൊടുക്കുക, Q0യിൽ 1 ഇൻപുട്ട് കൊടുക്കുക, Q0യിൽ 2 ഇൻപുട്ട് കൊടുക്കുക. ഇനി ഇത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. Q0യിൽ 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ എഴുതുന്നത് Q0 എപ്സിലോൺ ക്ലോഷർ ഓഫ് ട്രാൻസിഷൻ ഓഫ് ഈ ക്ലോഷർ ഓഫ് Q00. അതായത് ഒന്ന് രണ്ടെണ്ണം എഴുതി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എഴുതി പോകാൻ പറ്റും. ഈ ക്ലോഷർ ഓഫ് ട്രാൻസിഷൻ എങ്ങനെ എഴുതും, ഈ ക്ലോഷർ ഓഫ് ട്രാൻസിഷൻ ഓഫ് ഈ ക്ലോഷർ ഓഫ് Q00. ഓക്കെ, അപ്പൊ 2 ഈ ക്ലോഷർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് Q00 തന്നെയാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഈ ക്ലോഷർ എടുത്തിട്ട് അതിന്റെ ഈ ക്ലോഷർ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോക്കിക്കേ, നമ്മൾ ഈ ബ്രാക്കറ്റിന് ഉള്ളിൽ നിന്നാണ് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ടത്. Q0, Q1, Q2, 0 എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി Q0 on 0 യൂണിയൻ Q1 on 0 യൂണിയൻ Q2 on 0 യൂണിയൻ. ഓക്കെ, അപ്പൊ ഇതിനെ 3 എണ്ണം, അതായത് 3 സ്റ്റേറ്റുകളും ഒരു ഇൻപുട്ടും തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ യൂണിയൻ ചെയ്ത് എഴുതി. അപ്പൊ ഇനി നോക്കേണ്ടത് Q0യിൽ നിന്ന് 0 ഇൻപുട്ട് കിട്ടുമ്പോൾ എങ്ങോട്ട് പോകുന്നു, Q0യിൽ നിന്ന് 0 ഇൻപുട്ട് കിട്ടുമ്പോൾ എങ്ങോട്ടാ വരുന്നേ, Q0യിലേക്ക് വരുന്നു. അപ്പൊ അത് ഇതിവിടെ പറയുന്നു യൂണിയൻ. അതിന് പകരം നമുക്ക് കോമ ഇട്ടാലും മതി. Q1 0, Q1 0, Q1ൽ 0 ഇൻപുട്ട് ഇല്ല. Q1ൽ 0 ഇൻപുട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 5 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് Q2 0, Q2ലും 0 കാണുന്നില്ല, എം ടി സെറ്റ് ആണ്, എം ടി ആണ്, 5 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇതിനെ ഒന്ന് ഈ 2 5ഉം കളഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടണേ, Q0 മാത്രമാണ്. അപ്പോൾ ഈ അകത്തെ പോർഷനിലെ ഈ ക്ലോഷർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് പുറത്തുള്ള ഈ ക്ലോഷറിലേക്ക് പോകണം. പല സ്റ്റുഡൻസും ചെയ്ത് കാണുന്ന ഒരു തെറ്റ്, ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്, ഡയഗ്രാം വരയ്ക്കുമ്പോൾ തെറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു ഈ ക്ലോഷറും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, Q0യുടെ ഈ ക്ലോഷർ എടുക്കണം. Q0യുടെ ഈ ക്ലോഷർ എന്താ, ഇതാ Q0യുടെ ഈ ക്ലോഷർ. Q0, Q1, Q2. Q0, Q1, Q2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അതേപോലെ തന്നെയാണ് Q01 നമ്മൾ ചെയ്യേണ്ടത്. Q01 നമ്മൾ ചെയ്യുമ്പോൾ ഈ ക്ലോഷർ ഓഫ് ട്രാൻസിഷൻ ഓഫ് ഈ ക്ലോഷർ ഓഫ് Q01 കൊടുത്തു. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇതെന്താണ്, ഈ ക്ലോഷർ ഓഫ് Q0 എന്താണ്,
ഈ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുന്നത് Q0, Q1, Q2 ആണ്. അതെഴുതി അതിൻ്റെ കൂടെ ഇൻപുട്ടും എഴുതി, എന്നിട്ട് അതിനെ യൂണിയൻ ചെയ്ത് നമ്മൾ എഴുതി കഴിയുമ്പോൾ Q1 എന്ന് കിട്ടും. അപ്പൊ ഈ ക്ലോഷർ ഓഫ് Q1 എന്താണ്? Q1, Q2 ആണ്. ഈ ക്ലോഷർ ഓഫ് Q1 എന്ന് പറയുന്നത് Q1, Q2 ആണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ Q0യിലെ 0 ഇൻപുട്ടും 1 ഇൻപുട്ടും കണ്ടുപിടിച്ചു. ഇനി Q0യിലെ 2 ഇൻപുട്ട് കണ്ടുപിടിക്കണം. അതും ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക, അകത്ത് ഈ ക്ലോഷർ കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമുക്ക് യൂണിയൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ യൂണിയൻ ചെയ്തിട്ട് കിട്ടുന്ന സെറ്റിന്റെ വീണ്ടും ഈ ക്ലോഷർ എടുക്കണം. അത്രയല്ലേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റും കൂടി കിട്ടും. ഇനി Q0യുടെ എല്ലാം കഴിഞ്ഞു. ഈ സ്റ്റേറ്റിന്റെ, അതായത് നമ്മൾ ഈ സെറ്റിനെ, ഈ F' വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ F' വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ, അതായത് ഈ ഒരു ഡയഗ്രത്തിനെ അല്ല നമ്മൾ റെഫർ ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലോഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞ് നമ്മളൊരു F' കണ്ടുപിടിക്കുമ്പോൾ അതിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ ആ സ്റ്റേറ്റിന് ഉള്ള ഇൻപുട്ടുകളെല്ലാം കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. ഈ ഡയഗ്രത്തിലുള്ള ഇൻപുട്ട്, ഈ ഡയഗ്രത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളും ഇൻപുട്ട് കൊടുത്ത് ചെയ്യണം എന്നല്ല അത് മീൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ക്ലോഷർ കണ്ടുപിടിച്ച് ഫൈനൽ സ്റ്റേറ്റിനെയും യൂണിയൻ ചെയ്തൊരു സെറ്റ് എഴുതിയിട്ടുണ്ട്. ആ സെറ്റിൽ നിന്നും ആ സെറ്റിനെയാണ് 0യും 1ഉം 2 ഇൻപുട്ട്, ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, 2, 3 ഇൻപുട്ടാണ് ഉള്ളത്. ആ 3 ഇൻപുട്ടും കൊടുത്തിട്ട് എഴുതണം. അപ്പൊ Q00, Q01, Q02, അതേപോലെ Q10, Q11, Q12, നെക്സ്റ്റ് Q20, Q21, Q22. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ടിലേക്ക് കിട്ടും. ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ ആദ്യത്തെ ഈ സെറ്റിനെ എടുത്തെഴുതുക. അതായത് Q0, Q1, Q2 വെച്ച് അതേപോലെ ഒരു 0, 1, 2 എന്ന് പറയുന്ന ഇൻപുട്ടും കൊടുത്ത് നമുക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളത് ഒരു ട്രാൻസിഷൻ ടേബിളിൽ റെപ്രസെന്റ് ചെയ്യുക. ഇനി ആ ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്ത് സ്റ്റേറ്റുകൾ ഇത് തന്നെയാണ്, ഇൻപുട്ടും ഇത് തന്നെയാണ്, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലൊരു NFA കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NFA കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമൈസ് ദ ഫോളോവിങ് DFA ബൈ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ മിനിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ DFA എന്ന് പറയുന്നത് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. അതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള DFA എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേയധികം സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്സിനെയൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡാണ്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ മിനിമൈസ് ചെയ്യുന്നത്. മറ്റൊരു ഇക്വലൻസ് മെത്തേഡ് ഉണ്ട്, അത് പക്ഷെ നമുക്ക് പഠിക്കാനില്ല, TOCയിൽ പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റേറ്റുകളെല്ലാം, തന്നിരിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം എടുത്തു വെച്ച് ABCDEF ഇത്രയും സ്റ്റേറ്റുകളാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ റോയായിട്ടും കോളമായിട്ടും ഈ ഒരു സ്റ്റേറ്റുകളെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നു. റോയായിട്ടും കോളമായിട്ടും സ്റ്റേറ്റ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ വരുന്നതെന്നുള്ളത്. അതായത് ഇവിടെ ഈ ഒരു ഡയഗണൽ പാർട്ട് ഉണ്ടല്ലോ, ആ ഡയഗണൽ പാർട്ടിന്റെ അങ്ങോട്ടേക്ക് അപ്പർ പോർഷനിലേക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം അടുത്ത പോർഷനിലേക്ക് നമുക്ക് വെക്കാൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് സ്റ്റേറ്റുകൾ എടുത്തു വെച്ചു, അതിൻ്റെ കൂടെ ഡയഗണലി നമ്മൾ ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ടിക്ക് മാർക്കിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട്, ഈ പോർഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് AA എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഡയഗണൽ പോർഷൻ ഒഴിവാക്കി വീണ്ടും ഒരു ടേബിൾ ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇനി ഒരു മാർക്കിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷനിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള മാർക്കിങ്ങും ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കേ,
നമ്മൾ ആദ്യം ഇവിടെ ബിയും എയും എടുക്കുന്നു. അതായത് ബി എ രണ്ട് സ്റ്റേറ്റുകളെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റ് നോൺ ഫൈനൽ സ്റ്റേറ്റും മറ്റേ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റും ആയിരിക്കണം. ഒരെണ്ണം ഫൈനൽ സ്റ്റേറ്റും മറ്റേത് നോൺ ഫൈനൽ സ്റ്റേറ്റും. ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റും മറ്റേ സ്റ്റേറ്റ് നോൺ ഫൈനൽ സ്റ്റേറ്റും ആണെങ്കിൽ നമുക്കിവിടെ പെയർ ചെയ്യാം. അതായത് ഇവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ബിയും എയും ആണ്. ബിയും എയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും എന്താണ്? രണ്ടും നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ രണ്ടിലും ഒരു ഫൈനൽ സ്റ്റേറ്റ് കാണാനില്ല. അതുകൊണ്ട് രണ്ടും നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യാൻ പാടില്ല. ടിക്ക് ചെയ്യേണ്ടത് എപ്പോഴാ? ഒരു ഫൈനൽ സ്റ്റേറ്റും മറ്റൊന്ന് നോൺ ഫൈനൽ സ്റ്റേറ്റും ആകുമ്പോൾ. നെക്സ്റ്റ് ബി ബി നമുക്ക് ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വൺ സി എ. സിയും എയും കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, സി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, എ എന്ന് പറയുന്നത് നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിയും ബിയും കമ്പയർ ചെയ്യാം. സിയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ സി ഫൈനൽ സ്റ്റേറ്റ് ആണ്, ബി നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വന്നതുകൊണ്ട് നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഡിയും എയും ആണ്. ഡിയും എയും നോക്കുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റ് മറ്റേത് നോൺ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്യുക. അടുത്തത് ഡിയും ബിയും നോക്കുമ്പോൾ അതും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരെണ്ണം ഫൈനൽ സ്റ്റേറ്റ് മറ്റേത് നോൺ ഫൈനൽ സ്റ്റേറ്റും ആണ്. ഇനി ഡിയും സിയും നോക്കിയാലോ, രണ്ടും ഫൈനൽ സ്റ്റേറ്റാ. ഓപ്പോസിറ്റ് സ്റ്റേറ്റ് നമുക്ക് കിട്ടേണ്ടത്. രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അടുത്ത പെയറിലേക്ക് നമുക്ക് പോകാം. ഇയും എയും നോക്കിക്കേ, ഇ ആൻഡ് എ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സ്റ്റേറ്റ് അല്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇയും ബിയും നോക്കുമ്പോൾ അതും ഫൈനൽ സ്റ്റേറ്റും നോൺ ഫൈനൽ സ്റ്റേറ്റും ആണ്, ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇയും ബിയും, അതായത് ഇയും ബിയും നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വൺ ഡിയും സിയും ആണ്, അതായത് ഡിയും സിയും ആണ്. ഡിയും സിയും എന്ന് പറയുന്നത് രണ്ടും ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇയും എയും നോക്കുക. ഇയും എയും നോക്കുമ്പോൾ അതും എന്താണ്? നോൺ ഫൈനൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ആണ്. അതുകൊണ്ട് അത് മാർക്ക് ചെയ്തു. അതേപോലെ അങ്ങനെ നമ്മൾ ഓരോ കോളവും കമ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റേറ്റും നോൺ ഫൈനൽ സ്റ്റേറ്റും വരുന്നതിനെയാണ് നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ടിക്ക് മാർക്കിലുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ മിനിമൈസേഷൻ, അതായത് നമുക്കൊരു DFA തന്നിരുന്നാൽ അതിനെ മിനിമൈസ് ചെയ്ത് ഒരു DFA ആക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റേറ്റുകളെല്ലാം റോയും കോളവും ആയിട്ട് എഴുതിയിട്ട് ഈ ഒരു ഭാഗം, ഒരു അപ്പർ പോർഷൻ കളഞ്ഞിട്ട് വരുന്നതിനെ എല്ലാം കൂടി വെറുതെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു, ടേബിളായിട്ട് വരച്ചു. അതിനുശേഷം പിന്നെ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു ഫൈനൽ സ്റ്റേറ്റും മറ്റേത് നോൺ ഫൈനൽ സ്റ്റേറ്റും വരുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞു, നമ്മളെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കോളംസ് ഒക്കെ എംപ്റ്റി ആയിട്ട് കിടപ്പുണ്ട്. അതിനെ നമ്മൾ അൺപെയ്ഡ് പെയേഴ്സ് എന്നാണ് പറയുന്നത്. അതിനെയെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണ്. അൺപെയ്ഡ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ BA ഉണ്ട്, അതേപോലെ DC ഉണ്ട്, നെക്സ്റ്റ് EC ഉണ്ട്, ED ഉണ്ട്, FA ഉണ്ട്, FB ഉണ്ട്. ഇത്രയും, അതായത് ഈ പോർഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അൺപെയ്ഡ് ആയിട്ടുള്ളതാണ്, അൺപെയ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് BB ഇല്ല, നമുക്ക് അങ്ങനെ ഒരു റെപ്പറ്റീഷൻ നമുക്ക് വരില്ല. ഈ 6 അൺപെയ്ഡ് പേയേഴ്സിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നോക്കുക, നമ്മൾ ഓരോ അൺപെയ്ഡ് പെയറിനെ എടുക്കുക, അതായത് ടിക്ക് ചെയ്തിട്ടില്ലാത്ത പെയറിനെ എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. BA ആണ്, അതായത് ഈ ഒരു കോളം. ഇത് നമ്മൾ എടുത്തിട്ട് 0 ഇൻപുട്ടും 1 ഇൻപുട്ടും കൊടുത്തു നോക്കുവാണ്. ഓക്കെ, 0 ഇൻപുട്ടും 1 ഇൻപുട്ടും കൊടുത്തു നോക്കുമ്പോൾ എന്താ കിട്ടണേ നോക്കാം. 0 ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം. Bക്ക് 0 കൊടുക്കുക, Aക്കും 0 കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യണം. അതായത്
ബി ഒരു പെയർ നമ്മൾ എടുത്തു, 0യും 1ഉം ഇൻപുട്ട് കൊടുക്കാൻ നേരത്ത് ആ പെയറിലെ എലമെന്റ്സിനെ ബിക്കും എക്കും ആദ്യം 0 മാത്രം കൊടുത്തിട്ട് എഴുതുക. അതിനുശേഷം ബിക്കും എക്കും 1 ഇൻപുട്ട് കൊടുത്തിട്ട് എഴുതുക, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. വേറെ ഒന്നുമില്ല, ബിക്ക് 0 ഇൻപുട്ട്, എക്ക് 0 ഇൻപുട്ട്. അപ്പോൾ ബി ഓൺ 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടണേ? ബി ഓൺ 0 എന്ന് പറയുന്നത് എ ആണ്, അത് നമ്മൾ എഴുതി. എ ഓൺ 0 ബി ആണ് കിട്ടിയത്. ഇനി ഇതിനെ നമ്മളൊന്ന് പെയർ ചെയ്ത് നോക്കുന്നു. അതായത് എനെയും ബിനെയും ഒരുമിച്ച് എഴുതിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് എ ബി ഈസ് മാർക്ക്ഡ്. എ ബി എന്ന് പറയുന്ന പെയർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കും. എ ബി എന്ന് പറയുന്ന പെയർ മാർക്ക് ചെയ്തിട്ടില്ല. എ ബി അല്ലെങ്കിൽ ബി എ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. സോ വി നോട്ട് നീഡ് ടു മാർക്ക് ഇറ്റ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതിനെ ലീവ് ചെയ്താൽ മതി. ഇനി 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ബി ഓൺ 1 ഡി ആണ് കിട്ടുന്നത്, എ ഓൺ 1 സി ആണ് കിട്ടുന്നത്. ഇതിനെ രണ്ടിനെയും കൂടി എടുക്കുമ്പോൾ ഡി സി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതും അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ലീവ് ചെയ്യുക, ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് പ്രോസസ്സിൽ ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുവാണ്. അടുത്ത അൺപെയ്ഡ് പെയർ എന്ന് പറയുന്നത് ഇ ഡി ആണ് അല്ലെ. ഇ ഡിയില് 0 ഇൻപുട്ട് കൊടുക്കുക, 1 ഇൻപുട്ട് കൊടുക്കുക. 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇ കിട്ടും. അതേപോലെ ഡിയില് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇ കിട്ടും. ഇ എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെ നമ്മുടെ ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അത് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യണ്ട, നോട്ട് പ്രസന്റ് ഇൻ ടേബിൾ. അതേപോലെ 1 ഇൻപുട്ട് കൊടുക്കുമ്പോഴും എഫ് ആണ് കിട്ടുന്നത്. എഫ് എന്ന് പറയുന്നതും നമ്മുടെ ടേബിളിൽ ഇല്ല. അതൊക്കെ നമ്മൾ ആദ്യം ആ അപ്പർ ഡയഗണൽ എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്തപ്പോൾ എലിമിനേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഈ അടുത്ത അടുത്തത് നമുക്ക് ഡി സി എടുക്കാം. ഡി സി ആണ് അടുത്ത അൺപെയ്ഡ് പെയർ. അവിടെ 0യും 1ഉം നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇ കിട്ടും. ഇ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു, അത് ടേബിളിൽ പ്രസന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ലീവ് ചെയ്യാം. അതേപോലെ തന്നെ എഫും നമ്മുടെ ടേബിളിലില്ല, അതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യണ്ട. സെയിം കാര്യം തന്നെയാണ് ഇ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്, അൺപെയ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത്. അതായത് ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇ കിട്ടും, 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എഫ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ടേബിളിൽ പ്രസന്റ് അല്ല, ഒന്നും ചെയ്യാനില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നുമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അടുത്തത് എ എഫ് എടുത്തു. എ എഫില് 0 ഇൻപുട്ടും 1 ഇൻപുട്ടും നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ 0 ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ബി എഫ് എന്ന് പറയുന്ന ഒരു പെയറാണ് കിട്ടിയത്. അതും മാർക്ക് ചെയ്തിട്ടില്ല. ബി എഫ് ലാസ്റ്റത്തെ ബി എഫ്. ഓക്കെ, ബി എഫ് മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മളൊന്നും ചെയ്യണ്ട, മാർക്ക് ചെയ്തിട്ടില്ലാത്തൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് അതിൽ 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ സി എഫ് അല്ലെങ്കിൽ എഫ് സി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടി. അത് നമ്മുടെ ടേബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? എഫ് സി. ഇത് റെഫറൻസിന് വേണ്ടി ആ ടേബിൾ ഇവിടെ വെച്ചേക്കുന്നതാണ്. എഫ് സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരവും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത പെയർ, അതുപോലെ മാർക്ക് ചെയ്യാത്ത പെയേഴ്സ് ഒക്കെ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ലീവ് ചെയ്തു, അതിനെ ഒന്നും കൺസിഡർ ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എ എഫിന് 1 ഇൻപുട്ട് കൊടുത്തപ്പോൾ 0 ഇൻപുട്ട് കൊടുത്തപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ 1 ഇൻപുട്ട് കൊടുത്തപ്പോൾ എഫ് സി എന്ന് പറയുന്ന ഒരു പെയർ അത് മാർക്ക്ഡ് ആയിട്ട് കണ്ടു നമ്മൾ. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എഫ് സി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തപ്പോഴാണ് എഫ് സി മാർക്ക്ഡ് ആണെന്ന് കണ്ടത്? ഏത് അൺപെയ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാർക്ക് ചെയ്തപ്പോഴാ? എ എഫും അല്ലെ, എ എഫ് കൺസിഡർ ചെയ്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എ എഫിനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, എ എഫിനെ മാർക്ക് ചെയ്യണ്ടേ. എപ്പോഴാ മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അതായത് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല എങ്കിലോ ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പെയർ മാർക്ക്ഡ് ആയി കണ്ടാൽ ആ കറസ്പോണ്ട് ഏത് അൺപെയ്ഡ് പെയറിനെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴാണോ മാർക്ക്ഡ് ആയി കണ്ടത്, ആ പെയറിനെ ടേബിളിൽ കൊണ്ടേ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഏതാ? അടുത്തത് എഫ് ബി ഇൻപുട്ട് നമുക്ക് നോക്കാം.
എഫ് ബി ഇൻപുട്ടിൽ 0യും 1ഉം കൊടുത്തു കഴിഞ്ഞപ്പോൾ എഫ് എ ആണ് കിട്ടുന്നത്. എഫ് എ ആണ്. എഫ് എ നമ്മൾ ഇപ്പം മാർക്ക് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ മാർക്ക്ഡ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എഫ് ബി മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ഇൻപുട്ടും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ 1 ഇൻപുട്ട് ഇടുന്ന എഫ് ഡി ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് എ എഫ് ഡി എന്ന് പറയുന്നത് മാർക്ക്ഡ് ആണോ? എഫ് ഡി എന്ന് പറയുന്നതും മാർക്ക്ഡ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കണ്ടതിൽ ഒരു ഇൻപുട്ട് വെച്ചപ്പോൾ മാത്രമാണ് മാർക്ക്ഡ് ആയിട്ട് കണ്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ എഫ് ഡി അൺപെയ്ഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഈ 2 ഇൻപുട്ട് വെച്ചിട്ടും മാർക്ക്ഡ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എഫ് ബി എന്ന് പറയുന്ന ഈ പെയറിനെ ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇനിയുള്ളത്, അതായത് ഇനി ഏതെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാനുണ്ടോ? ഇല്ല. മാക്സിമം എല്ലാ അൺപെയ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയും എടുത്തിട്ട് 0യും 1ഉം ഇൻപുട്ട് കൊടുത്ത് മാക്സിമം മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ അൺപെയ്ഡ് ആയിട്ടുള്ളതിനെ എല്ലാം കമ്പയർ ചെയ്ത് എഴുതുക. ബി എ ഉണ്ട്, അതേപോലെ ഡി സി, ഇ സി, ഇ ഡി, ഈ സ്റ്റേറ്റുകളെ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുക. ആ സ്റ്റേറ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ അൺപെയ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു കാരണവശാലും ടിക്ക് ചെയ്യാൻ പറ്റാത്ത ആ പോയിന്റ്സ് എ ബി, ഡി സി, ഇ സി, ഇ ഡി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. എ ബിയും ഡി സിയും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ്സും സ്റ്റേറ്റും ഇതിൻ്റെ അകത്തില്ല. എ ബിയും ഡി സിയും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡി സിയും ഇ സിയും കമ്പൈൻ ചെയ്യാം. അതായത് സി ഇവിടെ കോമൺ ആണ്. അപ്പൊ നമുക്ക് ഡി സി ഇ ഇത് കമ്പൈൻ ചെയ്ത് ഡി സി ഇ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇ ഡി ഉണ്ടല്ലേ, ഈ ഇ ഡി എങ്ങനെയെങ്കിലും കമ്പൈൻ ചെയ്യാമോ? ഇയും ഡിയും കോമൺ ആണ്, അതിവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ് വേണം. അതുകൊണ്ട് അടുത്ത സ്റ്റേറ്റിനെ ഇത് കമ്പൈൻ ചെയ്ത് എ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് എഴുതി, ഇതിനെ കമ്പൈൻ ചെയ്ത് ഡി സി എഴുതി, എന്നിട്ട് ഒരു ഫൈനൽ സ്റ്റേറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യണം. അതിനെയും കൂടി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫൈനൽ സ്റ്റേറ്റിനെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എയിലേക്ക്, ബിക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ബിയിലേക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന, അതായത് 0യും 1ഉം കൊടുക്കുമ്പോൾ എന്തൊക്കെയാണോ വന്നത് എന്നുള്ളത് ഈ ഫിഗറിൽ നോക്കിയിട്ട്, അതായത് എക്ക് ഇതാണ്, എക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ബിയിലേക്കാണ്. അത് ഇങ്ങോട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും, കാരണം ബി ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ബിക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോഴോ, ബിക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എയിലേക്കാണ് വരുന്നത്. എ ഇതിന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റ വഴി തന്നെ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ സി ഡി ഇ, സിക്ക് ഏത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ, സിക്ക് 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇയിലേക്കാണ് വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് സെൽഫ് ലൂപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ ഓരോന്നും നമ്മൾ ഇതേപോലെ റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റേറ്റുകൾ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മിനിമൈസ്ഡ് ആയിട്ടുള്ള ഡി എഫ് എ നമുക്ക് കിട്ടി. അതായത് ഇത്രയും സ്റ്റേറ്റുകളുള്ള ഒരു ഡി എഫ് എ ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. അതിനെ നമ്മൾ മിനിമൈസ് ചെയ്ത് എന്താക്കി, ഈ പറയുന്ന 3 സ്റ്റേറ്റിലേക്ക് ആക്കി. ആ 3 സ്റ്റേറ്റ് എന്ന് പറയുന്ന എ ബിയും ഡി സിയും അതേപോലെ എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റുമാണ്. ഓക്കെ, ഇനിയുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണ്. അതായത് നമ്മൾ ഇവിടെ പറയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു തിയറി പോർഷനാണിത്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അതിൻ്റെ അകത്ത് വരുന്നത് ടെക്സ്റ്റ് സെർച്ചും കീവേഡ് റെക്കഗ്നീഷനും ആണ്. ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ഈ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. സെക്കൻഡ് ഹാഫിലുള്ള തിയറി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്
മോഡ്യൂൾ 1 നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകേണ്ട കുറേ പോർഷൻസും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതേപോലെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ കൂടുതൽ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.